Let's put our living stereo stylus in this groove. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് വന്നിരിക്കുന്നു. വിവോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോണായിട്ടുള്ള വിവോ Y51 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വിവോയുടെ Y51 അൺബോക്സ് ചെയ്യാം. അതിലെ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് കാണാം. വിവോയുടെ മുൻകാല മോഡലുകളെ പോലെ തന്നെ അവരുടെ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിൽ തന്നെയാണ് ഇതിൻ്റെ കവർ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പേപ്പർ കവർ മെറ്റീരിയലാണ്. വിവോയുടെ ബ്രാൻഡിങ് താഴെയുണ്ട്. അതുപോലെ തന്നെ Y51 എന്നുള്ളൊരു ബ്രാൻഡിങ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 8GB റാം 128GB റോമും ഉള്ളൊരു മോഡലാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് വിവോയുടെ ഈ ഫോൺ. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഒരു മോഡൽ. അപ്പോൾ ബോക്സിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിലായ ഒരു ബ്ലൂ തീമിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു കവർ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലഭിക്കുന്നത് ഒരു സിം ഇജക്ഷൻ പിൻ, അതുപോലെ മാനുവൽ ബുക്ക്, അതുപോലെ തന്നെ മുൻകാല മോഡലുകളെ പോലെ തന്നെ ഈ ഒരു മോഡലിനൊപ്പം ഈ ഒരു പ്ലാസ്റ്റിക് കവറിലുള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കവറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഫോണിനെ തൽക്കാലം മാറ്റി വെക്കുന്നു. ഏറ്റവും താഴെയായി ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നോർമൽ 5V ചാർജറാണ്. അതുപോലെ തന്നെ ഇതിനൊപ്പം ലഭിക്കുന്ന ഒരു സി പോർട്ടാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. അതുപോലെ തന്നെ ഈ മോഡലിനൊപ്പം 3.5mm ഒരു ഹെഡ്ഫോണ് ഈ ഒരു മോഡലിനൊപ്പം അവൈലബിൾ ആണ്. സോ ഇതാണ് വിവോയുടെ Y51 എന്ന് പറയുന്ന മോഡൽ. ടൈറ്റാനിയം സഫയർ എന്ന് പറയുന്ന ഒരു കളർ വേരിയൻ്റ് ആണ് നമ്മുടെ ലഭിച്ചിരിക്കുന്നത്. ഒരു ബ്ലൂ ആൻഡ് ഒരു ടൈറ്റാനിയം ഒരു സിൽവർ ഡിസൈനിലുള്ള ഒരു കവർ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ. അതുപോലെ തന്നെ മുൻവശത്തേക്ക് വരുമ്പോൾ ഒരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതുപോലെ തന്നെ ഓവറോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു സ്റ്റാൻഡേർഡ് ഫീലാണ്. ബാക്കിലെ മെറ്റീരിയൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്പ്ലേയുടെ ഒരു ഡീറ്റെയിലുകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. Y51 ഡിസ്പ്ലേ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് 6.58 ഇഞ്ച് IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 415 ppi ആണ് ഇതിൻ്റെ ഡെൻസിറ്റി ആയി വരുന്നത്. Y51 സൈഡിലേക്ക് വരുമ്പോൾ വോളിയം റോക്കേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയായി തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമാണ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ 3 ക്യാമറകൾ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായി വിവോയുടെ ഒരു ബ്രാൻഡിങ് ഉണ്ട്. മെയിൻലി ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഒരു ബ്ലൂ ആൻഡ് സിൽവർ അല്ലെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ എന്ന് പറയുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇതിന് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ ഫോൺ ഇത്ര അട്രാക്റ്റീവ് ആകുന്നത്. അതുപോലെ തന്നെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഒരു സി പോർട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മുമ്പ് സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ തൊട്ട് സൈഡിലായി തന്നെ ഒരു സ്പീക്കർ സിസ്റ്റവുമാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. Y51 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഫൺ ടച്ച് 11 ആണ് ഈ ഒരു മോഡലിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് വരുന്നത്. Y51 ചിപ്സെറ്റിലേക്ക് വരുമ്പോൾ ക്വാൽകോം SDM സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ CPU വരുമ്പോൾ ഒക്ടാകോർ പ്രോസസ്സറാണ് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 5000 mAh ആണ് ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. അതുപോലെ തന്നെ 18 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഈ ഫോണിൽ അവൈലബിൾ ആണ്. അതുപോലെ 2 സിം ഓപ്ഷനാണ് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 3G അല്ലെങ്കിൽ 4G എനേബിൾഡ് ആയിട്ടുള്ള 2 സിം നമുക്ക് ഒരേ സമയത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് എക്സ്റ്റാൻഡ് ചെയ്യുന്നതിനായിട്ട് ഒരു മെമ്മറി കാർഡ് ഓപ്ഷൻ ഈ ഫോണിൽ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു മോഡലിൻ്റെ ക്യാമറകളെ പറ്റിയാണ്. നമ്മൾ വിവോ V20 ഒക്കെ ഒരു ക്യാമറയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലും 3 ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ക്യാമറയെക്കുറിച്ചും അതുപോലെ തന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറകളെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് പരിശോധിക്കാം. വിവോ Y51 3 ക്യാമറകളാണ്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 3 ക്യാമറ, അതിൽ മെയിൻ ക്യാമറ 48 മെഗാപിക്സലാണ് കൊടുത്തിരിക്കുന്നത്. 1.8 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്യാമറ അൾട്രാ വൈഡ് ക്യാമറ ആണ്. മുമ്പിലത്തെ പോലെ തന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ ക്യാമറ തന്നെയാണ്. വിവോ V20 പോലെ തന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2.2 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. പിന്നെ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട പോലെ തന്നെയുള്ള ഒരു മാക്രോ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. അത് 2 മെഗാപിക്സലാണ്. f2.4 ആണ് അതിൻ്റെ അപ്പർച്ചർ വരുന്നത്. Y51 ഫ്രണ്ട് ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ 60 മെഗാപിക്സൽ f2.0 അപ്പർച്ചർ വരുന്ന ഒരു ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് ഈ ഒരു ഫ്രണ്ട് ക്യാമറയായിട്ട് Y51 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ ഈ 3 ക്യാമറകൾ അതുപോലെ തന്നെ ഫ്രണ്ടിലെ സെൽഫി ക്യാമറകളെ കുറച്ചൊരു വീഡിയോസാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എത്രമാത്രമെന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതൊരു വിവോ V20 അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വിവോ V20 Pro എന്നുള്ള ഒരു സീരീസ്, അല്ലെങ്കിൽ വിവോ V20 SE ഇതിനൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാമറയാണ്.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളൊരു കമ്പാരിസനാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലിലാണ്. ഫുൾ HD ആണ്. 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിലാണ്. 8 മെഗാ പിക്സലാണ്. f2.2 ആണ് അതിൻ്റെ അപ്പുറത്ത് വരുന്നത്. ഫുൾ HD ആണ് റെക്കോർഡ് ചെയ്യുന്നത് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ. വീഡിയോ സ്റ്റെബിലൈസ്ഡ് ആണോ എന്ന് നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയുടെ ക്വാളിറ്റി. വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ 2x ഒപ്റ്റിക്കൽ സൂമിലാണ്. ഇത് 2 മെഗാ പിക്സലാണ് ഇതിൻ്റെ ക്യാമറ. f2.4 ആണ് ഇതിൻ്റെ അപ്പുറത്ത് വരുന്നത്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുള്ളൊരു ഇമേജാണ്. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിലാണ്. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 16 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. f2.0 ആണ് ഇതിൻ്റെ അപ്പുറത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ Y51 ക്യാമറയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടു മനസ്സിലാക്കി. എനിക്ക് കണ്ടതിൽ നിന്ന് ഒരു Vivo V20യുടെ വീഡിയോ അല്ലെങ്കിൽ Vivo V20 SE ചെയ്ത ആളെന്നുള്ള നിലയിൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് വളരെ നല്ലൊരു ക്യാമറ പെർഫോമൻസ് ആണ് നമ്മുടെ ഈ Y51 തരുന്നത്. അതുപോലെ തന്നെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഒരു ഡീസൻറ്റ് ലുക്ക് തരുന്ന ഒരു ബാക്ക് പാനലാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയലാണെങ്കിലും ഒരു മാറ്റ് ഫിനിഷിലുള്ള ഒരു കവറാണ്. വളരെ ഒരു പ്രീമിയം ഫീൽ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് മേടിക്കാൻ പറ്റുന്നൊരു ഫോണാണ്. ഇതിൻ്റെ വിലയെപ്പറ്റി പറയുമ്പോൾ 18,000 രൂപയാണ് ഈ ഒരു മോഡലിൻ്റെ വില വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു Vivo V20ക്ക് ഇപ്പോൾ 25,000 രൂപ അടുത്താണ് അതിൻ്റെ വില വരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ വിലക്കുറവുള്ളതും എന്നാൽ അതുപോലെ തന്നെ ഒരു വലിയ ഡിസ്പ്ലേ സൈസ്, അതുപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റി, അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ്, അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല പെർഫോമൻസ് തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ ലാഗില്ലാത്ത ഒരു പെർഫോമൻസാണ് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണിനായിട്ട് നമുക്ക് ഈ വിവോയുടെ ഈ ഒരു മോഡലിനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 18,000 രൂപ എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ലാത്ത ഒരു പ്രൈസിങ്ങിലാണ് വിവോ ഈ ഒരു മോഡൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവോയുടെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ ക്യാമറ തന്നെയാണ്. ഏതൊരു മോഡൽ ഇറക്കുകയാണെങ്കിലും ക്യാമറയുടെ കാര്യത്തിൽ അവരൊരു കോംപ്രമൈസും ചെയ്യാറില്ല. അവരുടെ വൈഡ് ആംഗിൾ ക്യാമറ ആണെങ്കിലും അതുപോലെ അൾട്രാ വൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ മൈക്രോയിലുള്ള ഒരു ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അതിൻ്റേതായ ഒരു ഡീസൻസി എത്ര വില കുറവ് വന്നെങ്കിൽ പോലും അവർ ഒരു ക്യാമറയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ഒരു മോഡലുകളാണ് എല്ലാ പ്രാവശ്യം വിവോ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഈ വിവോയുടെ ഇതുവരെയുള്ള ഓരോ സീരീസും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. എപ്പോഴും വിവോ അവരുടെ ഒരു ക്യാമറയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നിലനിർത്തുന്നുണ്ട്. അപ്പോൾ 18,000 രൂപയ്ക്ക് എന്തുകൊണ്ട് മേടിക്കാൻ പറ്റുന്നൊരു ഫോണാണിത്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ ഓപ്ഷൻ ഉള്ളതാണെങ്കിൽ Vivo V20യിലേക്ക് പോകുക, അല്ലെങ്കിൽ V20 Pro ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ Vivo V20 SE ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എന്നാൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ Y51 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഓക്സിജൻ ഡിജിറ്റൽ ഷോപ്പിൽ ചെല്ലുക. ഈ ഒരു ഫോൺ എക്സ്പീരിയൻസ് ചെയ്യുക. ഡെമോസ് അവൈലബിൾ ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ ഒരു മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് മുകളിലേക്കുള്ള മോഡലാണെങ്കിൽ അത് ചൂസ് ചെയ്യുക. വിവോയിൽ പലതരത്തിലുള്ള ഓപ്ഷനിലുള്ള മോഡൽസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു പുതിയ പ്രൊഡക്റ്റുമായിട്ട് വരുന്നതുവരേക്കും ഇറ്റ്സ് മീ ടി ബി എൻജോയ് സൈനിങ് ഓഫ്. ബൈ.